പ്രളയത്തിൽ വീടുകൾ നഷ്ടമായവർക്ക് കൈത്താങ്ങുമായി ജില്ലാ ഭരണകൂടം. പ്രധാന വാർത്തകൾ. പ്രളയത്തിൽ വീടുകൾ നഷ്ടമായ പുറമ്പോക്ക് നിവാസികൾക്ക് ഭവന പദ്ധതി ഒരുങ്ങുന്നു. ജില്ലാ ഭരണകൂടം കണ്ടെത്തിയ 10 ഏക്കർ സ്ഥലത്ത് സ്പോൺസർമാരുടെ പിന്തുണയോടെയാണ് വീടുകൾ സജ്ജമാക്കുന്നത്. പറപ്പൂർ ചെല്ലിപ്പാടത്ത് 70 ഏക്കർ നെൽകൃഷി കരിഞ്ഞുണങ്ങി. മണ്ണിലെ അസിഡിറ്റി വർദ്ധിച്ചതും ഇലകരിച്ചിൽ രോഗം മൂർച്ഛിച്ചതുമാണ് കൃഷിനാശത്തിനിടയാക്കിയതെന്ന് അധികൃതർ. ചാലക്കുടി കോടതി ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. 7 വർഷത്തിനിടെ ഇവിടെ ഉണ്ടായത് 109 വാഹനാപകടങ്ങൾ. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ഇടിച്ച് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ അപകടത്തിനിടയാക്കിയ ബസ് കണ്ടെത്താനാകാതെ പോലീസ്. അപകട സമയത്ത് സ്റ്റാൻഡിൽ വന്ന ബസ്സുകളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ നടപടി തുടങ്ങി. കുന്നംകുളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് സർക്കാരിന്റെ സാങ്കേതിക അനുമതിയായി. നടപടികൾ വേഗത്തിലായത് TCV വാർത്തയെ തുടർന്ന്. ഉൾനാടൻ മത്സ്യകൃഷി കേരളം വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയിട്ടില്ലെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതിക്ക് ഈ വർഷം തുടക്കം കുറിക്കുമെന്നും മന്ത്രി. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തിച്ച ഇതര സംസ്ഥാനക്കാരനെ കണ്ടെത്താനാകാതെ പോലീസ്. സംഭവത്തിൽ പോലീസ് കേസെടുത്തത് 2 ദിവസത്തിന് ശേഷം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പ്രളയത്തിൽ വീടുകൾ നഷ്ടമായ പുറമ്പോക്ക് നിവാസികൾക്കും പട്ടയമില്ലാത്തവർക്കുമായി ഭവന പദ്ധതി ഒരുങ്ങുന്നു. ജില്ലാ ഭരണകൂടം കണ്ടെത്തിയ 10 ഏക്കർ സ്ഥലത്ത് സ്പോൺസർമാരുടെ പിന്തുണയോടെയാണ് 270 വീടുകൾ സജ്ജമാക്കുക. പട്ടയമില്ലാത്തതുമൂലം പ്രളയ ദുരിതാശ്വാസ പട്ടികയിൽ നിന്നും പിന്തള്ളപ്പെട്ടവർക്കും പുറമ്പോക്കിൽ കഴിയുന്നതിനിടെ കിടപ്പാട് നഷ്ടമായവർക്കും ഭവനമൊരുക്കാനുള്ള പദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇവർക്കൊപ്പം ഉരുൾപൊട്ടൽ മൂലം വീട് തകർന്നവർക്കും പുതിയ സ്ഥലവും വീടും ഒരുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള 270 പേർക്കാണ് പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകുക. ഇവർക്ക് വീടൊരുക്കുന്നതിനായി സർക്കാർ വക പുറമ്പോക്ക് സ്ഥലവും വിവിധ വ്യക്തികളും സംഘടനകളും വിട്ടു നൽകിയ സ്ഥലവുമടക്കം 10 ഏക്കറോളം സമാഹരിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2.5 ഏക്കറോളം സ്ഥലമാണ് വ്യക്തികളും സംഘടനകളും വിട്ടു നൽകിയത്. ഈ സ്ഥലത്ത് വീട് വയ്ക്കാൻ ആവശ്യമായ സഹായമാണ് ജില്ലാ ഭരണകൂടം ഒരുക്കി നൽകുക. പട്ടയമില്ലാത്ത ഗുണഭോക്താക്കൾക്ക് അടിയന്തരമായി പട്ടയം അനുവദിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പതിച്ച് കൊടുക്കാവുന്ന പുറമ്പോക്കിലും അവർക്ക് പട്ടയം കിട്ടാത്തവരാണെങ്കിൽ അവർക്കുള്ള പട്ടയത്തിന്റെ നടപടികൾ സ്വീകരിക്കാൻ തഹസിൽദാർമാരോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പലയിടത്തും പട്ടയത്തിന്റെ നടപടി സ്വീകരിച്ചു തുടങ്ങി. പട്ടയം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പട്ടയം ഷുവർ ആവുന്ന കമ്മിറ്റിയിൽ വെച്ച് പാസ്സാക്കി കഴിഞ്ഞാൽ അവർക്ക് വീടിന്റെ പണം കൊടുക്കാനുള്ള സ്റ്റെപ്സും എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതോടൊപ്പം സ്പോൺസർമാരെ കണ്ടെത്തി 270 പേർക്ക് ഭവനമൊരുക്കുന്ന ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തിരിക്കുകയാണെന്ന് കളക്ടർ TV അനുപമ TCVയോട് പറഞ്ഞു. സ്ഥലം 10 ഏക്കറിലധികം സ്ഥലം 10 സ്ഥലങ്ങളായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐഡന്റിഫൈ ചെയ്ത സ്ഥലം ഈ 270 പേരിൽ നമുക്കൊരു 18 പേർക്ക് ഒഴികെ കൊടുക്കുന്നതിന് പര്യാപ്തമാണ്. പ്രളയത്തിൽ വീട് തകർന്നിട്ടില്ല, പക്ഷെ പുറമ്പോക്കിൽ ജസ്റ്റ് താമസിച്ചിരുന്ന വീടല്ലാത്ത രീതിയിൽ ഷെഡും ഒക്കെ ആയിട്ട് നമ്പർ ഇടാത്ത അങ്ങനെയുള്ള താമസിക്കുന്നവരെ ലൈഫിൻ്റെ ലിസ്റ്റിലേക്ക് മാറ്റി, ഭവനരഹിതരുടെ ലിസ്റ്റിലേക്ക് മാറ്റി അവർക്കുള്ള സ്ഥലം കണ്ടെത്തി തുടങ്ങാനുള്ള ഒരു നിർദ്ദേശം ഇന്നലെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സ്ഥലം കുറവായ ചാവക്കാട് 21 ഫ്ളാറ്റുകൾ അടങ്ങിയ സമുച്ചയമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. സ്വന്തമായി ഭവനം നിർമ്മിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നവർക്ക് സ്ഥലം വിട്ടു നൽകുന്നതിനൊപ്പം വീട് നിർമ്മിക്കാൻ 4 ലക്ഷം രൂപ അനുവദിക്കും. പ്രളയത്തിൽ പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ട 3411 പേരാണ് ജില്ലയിലുള്ളത്. 18 പേർക്ക് കൂടിയുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ജില്ലയിൽ നിലവിലുള്ള ഭവനരഹിതരെ ഏറെക്കുറെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കാനാകും. സ്പോൺസർമാരുടെ സഹായത്തോടെ ഇതിനോടകം ജില്ലയിൽ 100 ഭവനങ്ങൾ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രളയത്തിൽ പൂർണ്ണമായി വീട് തകർന്നവർക്കും ഭാഗികമായി തകർന്നവർക്കുമുള്ള നഷ്ടപരിഹാര തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. പ്രളയത്തിൽ കന്നുകാലികൾ നഷ്ടപ്പെട്ട ക്ഷീര കർഷകർക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള കർഷകർക്കാണ് നഷ്ടപരിഹാര തുക വിതരണം ചെയ്തത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പറവട്ടാനിയിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ML റോസി വിതരണോദ്ഘാടനം നിർവഹിച്ചു. 29 കർഷകർക്കായി 6 ലക്ഷത്തിലധികം തുകയാണ് വിതരണം ചെയ്തത്. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ MK പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ CJ സോജി, ചെറിയാൻ ജോർജ്, ഡോക്ടർ ചന്ദ്രശേഖരൻ, ഡോക്ടർ സീന ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിൽ പ്രളയത്തിൽ കന്നുകാലികൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാര തുക ലഭ്യമാക്കാത്തത് സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത നൽകിയിരുന്നു. പറപ്പൂർ ചെല്ലിപ്പാടത്ത് വിളവെടുപ്പിന് പാകമായ നെൽക്കതിരുകൾ കരിഞ്ഞുണങ്ങുന്നു. 70 ഏക്കർ സ്ഥലത്തെ നെൽകൃഷിയാണ് കരിഞ്ഞുണങ്ങിയത്.
ചെടികൾക്ക് 50 ദിവസം പ്രായമായപ്പോൾ കണ്ടു തുടങ്ങിയതാണ് ഇലകരിച്ചിൽ. വിളവെടുപ്പിന് സമയമായപ്പോഴേക്കും നെൽമണികൾ വരെ കരിഞ്ഞുണങ്ങി പതിരായി കഴിഞ്ഞു. തോളൂർ കൃഷിഭവനിൽ കർഷകർ വിവരമറിയിക്കുകയും പരിഹാരമാർഗങ്ങൾ ചെയ്തുവെങ്കിലും വേണ്ടത്ര ഫലം കണ്ടിട്ടില്ല. മണ്ണിലെ അസിഡിറ്റി വർദ്ധിച്ചതും ഇലകരിച്ചിൽ രോഗം മൂർച്ഛിച്ചതുമാണ് കൃഷിനാശത്തിന് ഇടയാക്കിയതെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വിളവെടുപ്പ് നടത്തിയാൽ കൂലിച്ചെലവ് പോലും ലഭിക്കാത്ത അവസ്ഥയിലാണെന്ന് ജില്ലാ വികസന സമിതി അംഗവും കർഷകനുമായ PO സെബാസ്റ്റ്യൻ പറഞ്ഞു. 120 ദിവസം മൂപ്പുള്ള ജ്യോതി നെൽവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്തിട്ടുള്ളത്. പ്രളയാനന്തരം മണ്ണിന്റെ ഘടന മാറിയതാണോ ഇലകരിച്ചിൽ രോഗം മൂലമാണോ എന്താണ് കൃഷിനാശത്തിന് കാരണമെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇരിപ്പു കൃഷിയിറക്കാനായി നേരത്തെ വായ്പയെടുത്ത് കൃഷിയിറക്കുകയും കൃഷിനാശം സംഭവിക്കുകയും ചെയ്ത കർഷകർ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നെൽച്ചെടികൾ മുഴുവൻ പഴുത്ത് ഉണങ്ങുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരുന്നത്. തുടർന്ന് അത് വ്യാപകമായി ഇപ്പോൾ നെല്ല് കൊയ്തെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇനി കൊയ്തെടുക്കണമെങ്കിൽ ഒരു ഭീമമായ ചെലവ് വരും. ഇതിനൊക്കെ പ്രതിരോധ നിലയ്ക്ക് സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചില്ലെങ്കിൽ കർഷകർ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. ഒരേക്കറിന് 20,000 രൂപയിലേറെ ചിലവ് ചെയ്താണ് ചെല്ലിപ്പാടത്ത് നെൽകൃഷി ചെയ്തിട്ടുള്ളത്. ചെല്ലിപ്പാടത്തെ ഭൂരിഭാഗം കർഷകരും ഇൻഷുറൻസ് പരിരക്ഷ എടുത്തിട്ടില്ലെന്നും പറയുന്നു. ഏനാമാവ്, മണലൂർ മേഖലയിലെ കോൾപ്പടവുകളിൽ ഇരുപ്പു കൃഷി ചെയ്യാനായി ഞാറ്റടി തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തൊള്ളൂർ പഞ്ചായത്തിലെ ചെല്ലിപ്പാടത്താണ്. സമയത്തിന് വിളവെടുത്ത് നിലമൊരുക്കി ഞാറ്റടി തയ്യാറാക്കിയില്ലെങ്കിൽ ഏനാമാവ്, മണലൂർ മേഖലയിലെ 600 ഏക്കറിലേറെ സ്ഥലത്തെ ഇരുപ്പു കൃഷിയും അവതാളത്തിലാകുമെന്നതാണ് സ്ഥിതി. ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV പാവറട്ടി. ചാലക്കുടി ദേശീയപാതയിലെ കോടതി ജംഗ്ഷനിൽ 7 വർഷത്തിനിടെ ഉണ്ടായത് 109 വാഹന അപകടങ്ങൾ. 11ഓളം പേരുടെ ജീവൻ ഇവിടെ പൊലിഞ്ഞതായാണ് ഏകദേശ കണക്ക്. നേർക്കാഴ്ച മനുഷ്യാവകാശ സംഘടന വിവരാവകാശ രേഖകൾ പ്രകാരം കരസ്ഥമാക്കിയ കണക്കാണിത്. 2011 ജനുവരി 1 മുതൽ 2018 ഒക്ടോബർ വരെയുള്ള കണക്കനുസരിച്ച് 109 അപകടങ്ങളിൽ 110 പേർക്ക് ഇവിടെ പരിക്കേറ്റിട്ടുണ്ട്. തുടർച്ചയായ അപകടങ്ങളെ തുടർന്ന് ഇവിടെ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചെങ്കിലും പണികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. 2018 ഏപ്രിൽ മാസത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ ഉദ്ഘാടനം ചെയ്ത അടിപ്പാതയുടെ നിർമ്മാണം തുടർച്ചയായി മുടങ്ങുന്നതുമൂലം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. തുടർച്ചയായി നിർമ്മാണം മുടങ്ങുന്ന സാഹചര്യത്തിൽ MLA BD ദേവസി മുൻകൈയെടുത്ത് തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചത്. നിർമ്മാണം കരാറെടുത്ത KMCയെ അടിപ്പാത നിർമ്മാണ കരാറിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സ്ഥലം MLA ആവശ്യപ്പെട്ടിരുന്നു. കരാർ കമ്പനിയായ KMCയും നിർമ്മാണമേറ്റെടുത്ത ഏജൻസിയും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നതിന് കാരണമെന്നാണ് ആക്ഷേപം. അടിപ്പാത നിർമ്മാണം 6 മാസത്തിനകം പൂർത്തീകരിക്കുമെന്ന വകുപ്പ് മന്ത്രി G. സുധാകരന്റെ പ്രഖ്യാപനമാണ് നാട്ടുകാർക്ക് പ്രതീക്ഷയാകുന്നത്. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്ന് കണ്ണടയ്ക്ക്, തുറന്നോളൂ. എന്താ ഇതാണ് കോംബോ. കല്യാൺ സിൽക്സിന്റെ കോംബോ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോംബോ ഉത്സവം. നേടൂ 3 ഇരട്ടി ലാഭം ഓരോ ഷോപ്പിംഗിലും ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹായ്, അവിടുത്തെ വിശേഷം പറയൂ. കണ്ണടയ്ക്ക്. ഇതിലും വലിയ കോംബോ ഓഫർ കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ഇടിച്ച് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ അപകടത്തിനിടയാക്കിയ ബസ് കണ്ടെത്തുന്നതിനായി പോലീസ് പരിശോധന തുടങ്ങി. ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ട ബസ്സുകളുടെ വിവരങ്ങളാണ് പോലീസ് ശേഖരിക്കുന്നത്. ഇതിനായി 2 പോലീസുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ സ്റ്റാൻഡിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ CCTV ക്യാമറകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്വകാര്യ ബസ്സുകൾക്ക് ഒരേ നിറമായതിനാലാണ് ബസ് കണ്ടെത്താൻ പോലീസ് ശാസ്ത്രീയ പരിശോധന ആരംഭിച്ചത്. ചിയാരം സ്വദേശി കരംപറ്റ ചിറ്റിലപ്പള്ളി വീട്ടിൽ ജോസ് ഭാര്യ മേരിയാണ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചത്. അപകടം നടന്ന് 6 മണിക്കൂർ കഴിഞ്ഞാണ് മരിച്ച വീട്ടമ്മയെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. അപകടത്തെ തുടർന്ന് തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കുന്ന കവാടത്തിൽ പോലീസ് കൂടുതൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ഇവിടെ കാഴ്ച മറയ്ക്കുന്ന തരത്തിലുണ്ടായിരുന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റി. ശക്തൻ സ്റ്റാൻഡിലെ പ്രവേശന കവാടത്തിൽ മതിയായ സൗകര്യങ്ങൾ ഇല്ലെന്നും ഇവിടെ വളർന്ന മരങ്ങൾ അപകടക്കെണിയായി മാറുകയാണെന്നും TCV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് കൂടുതൽ സുരക്ഷയൊരുക്കിയത്. കുന്നംകുളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് സർക്കാർ സാങ്കേതിക അനുമതി ലഭിച്ചതായി ചെയർപേഴ്സൺ അറിയിച്ചു. നവംബറിൽ ഉദ്ഘാടനം കഴിഞ്ഞ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി ഇനിയും ലഭിച്ചിട്ടില്ലെന്ന വാർത്ത കഴിഞ്ഞ ദിവസം TCV പുറത്തുവിട്ടിരുന്നു. സാങ്കേതിക അനുമതിയിൽ ഒപ്പുവെക്കേണ്ട ചീഫ് എഞ്ചിനീയർ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലായതാണ്
അനുമതി വൈകാൻ കാരണമായതെന്ന് നഗരസഭ വിശദീകരണം നൽകിയെങ്കിലും വാർത്ത സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തു. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും തയ്യാറാക്കിയ സാങ്കേതിക ഫയൽ പൊതുമരാമത്തിന്റെ കോഴിക്കോട്ടെ സൂപ്രണ്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് തിരുവനന്തപുരത്തെ ചീഫ് എഞ്ചിനീയറിംഗ് ഓഫീസിലെത്തിച്ചിരുന്നുവെന്നും ഒപ്പിടുവാൻ തീരുമാനിച്ച ദിവസം ഈ ഉദ്യോഗസ്ഥന് ഹൃദയ സംബന്ധമായ അസുഖം പിടിപെടുകയും ചീഫ് എഞ്ചിനീയറുടെ ചുമതല ഡെപ്യൂട്ടി എഞ്ചിനീയർക്ക് കൈമാറുകയും ചെയ്തുവെന്നും ഫയലിൽ ഡെപ്യൂട്ടി എഞ്ചിനീയറുടെ ഡിജിറ്റൽ ഒപ്പ് നിർബന്ധമാണെന്നതാണ് അനുമതി വൈകാൻ കാരണമായതെന്നും നഗരസഭ പറഞ്ഞിരുന്നു. മന്ത്രി AC മൊയ്തീൻ ഇടപെട്ട് 16-ന് ഡെപ്യൂട്ടി എഞ്ചിനീയർ ഫയലിൽ ഡിജിറ്റൽ ഒപ്പുവെക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 2 മാസം മുൻപ് നിർമ്മാണോദ്ഘാടനം നടത്തുകയും 2018 നവംബറിൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ജനുവരി പകുതിയായിട്ടും സാങ്കേതിക അനുമതി ലഭ്യമായിട്ടില്ലെന്നും നിർമ്മാണ കമ്പനിയുമായി കരാറുണ്ടാക്കിയിട്ടില്ലെന്നുള്ള വാർത്തയെ തുടർന്നാണ് നഗരസഭ സാങ്കേതിക അനുമതി ലഭിച്ചിട്ടില്ലെന്നും കരാറുകാരുമായി ധാരണാപത്രം ഒപ്പിട്ടിട്ടില്ലെന്നും വിശദീകരിച്ചത്. സമൂഹമാധ്യമങ്ങളിൽ വിഷയം വലിയ തോതിൽ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയതോടെ ചെയർപേഴ്സണും ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്തേക്ക് പോയി. ഏറെ പണിപ്പെട്ടാണ് അസുഖബാധിതനായ ചീഫ് എഞ്ചിനീയറെ കൊണ്ട് ഒപ്പിടിച്ചതെന്നാണ് പറയുന്നത്. അനുമതി പത്രം ഒപ്പിട്ട് ലഭിച്ച ഉടൻ തന്നെ സോഷ്യൽ മീഡിയകളിൽ ഇത് സംബന്ധിച്ച പ്രസ്താവനയും നഗരസഭ പുറത്തുവിട്ടു. സാങ്കേതിക അനുമതി ലഭിച്ച സാഹചര്യത്തിൽ കരാറുകാരനുമായി ധാരണാപത്രം ഒപ്പിട്ട് ഉടൻ നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. TCV ന്യൂസ്, കുന്നംകുളം. വളരെയധികം സാധ്യതകളുള്ള ഉൾനാടൻ മത്സ്യകൃഷി കേരളം വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയിട്ടില്ലെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. മുറ്റത്തൊരു മീൻ തോട്ടം എന്ന പദ്ധതിക്ക് സർക്കാർ ഈ വർഷം തുടക്കം കുറിക്കുമെന്നും മേഴ്സിക്കുട്ടിയമ്മ. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് പീച്ചിയിൽ നിർമ്മിച്ച ഫിഷറീസ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. സംസ്ഥാനത്തിന് നിലവിൽ ആവശ്യമുള്ളത് 12.5 കോടി മത്സ്യക്കുഞ്ഞുങ്ങളെയാണ്. എന്നാൽ ഇക്കാലം വരെ കേരളം ഉൽപ്പാദിപ്പിച്ചത് വെറും 2.5 കോടിയോളം മത്സ്യക്കുഞ്ഞുങ്ങളെ മാത്രമാണ്. ബാക്കിയുള്ളവ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് എത്തിക്കുന്നത്. ജലാശയങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി കേരളത്തിനാവശ്യമായ മത്സ്യക്കുഞ്ഞുങ്ങളെ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച് മത്സ്യമേഖലയിലും സ്വയം പര്യാപ്തത കൈവരിക്കാനാണ് സർക്കാർ ശ്രമം. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ഹാർച്ചറികൾ ഇതിനോടകം വകുപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞു. സർക്കാരിന്റെ ഫിഷറീസ് നയമനുസരിച്ച് കരിമീൻ, വരാലടക്കമുള്ള കേരളത്തിലെ തനത് തദ്ദേശീയ മത്സ്യങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കും. വിഷലിപ്തമായ മത്സ്യം ഒഴിവാക്കാൻ ഒരു വീട്ടിലേക്കാവശ്യമായ മത്സ്യം സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം വഴി സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇതിനു പുറമെ ആഴക്കടൽ മത്സ്യബന്ധനം അടക്കമുള്ള പദ്ധതികളിലൂടെ മേഖലയുടെ വളർച്ച ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾക്ക് ആവശ്യമുള്ള മത്സ്യക്കുഞ്ഞുങ്ങൾ 12.5 കോടിയാണ്. നിർഭാഗ്യവശാൽ ഇത്രയും കാലത്തിനകം കേരളത്തിലുണ്ടായത് 2-2.5 കോടി മത്സ്യക്കുഞ്ഞുങ്ങളേ ഉള്ളൂ. കേരളത്തിന് ആവശ്യമായ മത്സ്യക്കുഞ്ഞുങ്ങൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കും ഉറപ്പാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പൊ ഞങ്ങൾ ജാഗ്രതയോടുകൂടി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പീച്ചിയിൽ ആരംഭിച്ച ഫിഷറീസ് കേന്ദ്രം ഭാവിയിൽ ഫിഷറീസ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന നിലവാരത്തിലേക്ക് ഉയരണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച നിർമ്മിതി കേന്ദ്രത്തെ മന്ത്രി ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. CN ജയദേവൻ MP ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമാദേവി, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അനിത വാസു, ഫിഷറീസ് മധ്യമേഖല ജോയിന്റ് ഡയറക്ടർ MS സാജു തുടങ്ങിയവർ പങ്കെടുത്തു. ഇൻഡോർ ഹാച്ചറി, ട്രെയിനിംഗ് ഹാൾ, റിയറിംഗ് ടാങ്കുകൾ, പൊരുന്ന മത്സ്യ ടാങ്കുകൾ, അനുബന്ധ ഓഫീസ് സജ്ജീകരണങ്ങൾ എന്നിവയോട് കൂടിയ പീച്ചി ഫിഷറീസ് കോംപ്ലക്സ് 4.64 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1 കോടി മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനം ലക്ഷ്യമിട്ടുള്ള ഇവിടെ നിലവിൽ 45 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു. കട്ല, രോഹു, കരിമീൻ, കോമൺ കാർപ്പ്, വരാൽ, തിലാപ്പിയ എന്നിവയാണ് പീച്ചിയിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യ ഇനങ്ങൾ. TCV തൃശൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തിച്ച സംഭവത്തിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. ചൊവ്വാഴ്ച രാത്രിയാണ് 3 സ്കൂട്ടർ അടക്കം 4 ഇരുചക്ര വാഹനങ്ങൾ ഇതര സംസ്ഥാനക്കാരനായ ആൾ കത്തിച്ചത്. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന അക്രമി പലരുമായി വഴക്കിട്ട് വന്ന ശേഷമാണ് വാഹനങ്ങൾക്ക് തീയിട്ടത്. സംഭവത്തിന് ശേഷം കാണാതായ ഇയാളെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞാണ് റെയിൽവേ സ്റ്റേഷൻ മാനേജറുടെ പരാതിയിൽ തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തത്. വാഹനങ്ങൾ കത്തിച്ച സംഭവം ഉടമകളും അറിഞ്ഞിട്ടില്ല. കത്തി നശിച്ച വാഹന ഉടമകൾ ഇതുവരെയും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. വാഹനങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തു പോയവർ തിരിച്ചെത്തിയാൽ മാത്രമേ വാഹന ഉടമകളെ കണ്ടെത്താനാകൂവെന്ന നിലപാടിലാണ് പോലീസ്.
ശബരിമലയിലെ തിരുവാഭരണ ഘോഷയാത്ര മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടിമര യാത്രയാക്കി മാറ്റി അവഹേളിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെന്ന് ബി.ജെ.പി. വക്താവ് ബി. ഗോപാലകൃഷ്ണൻ. ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സർക്കാരിന് കണ്ണു കിട്ടാതിരിക്കാൻ വയ്ക്കുന്ന ഒരു കോലം മാതിരിയാണ്. പക്ഷെ ഈ കോലം തോന്നിയത് വിളിച്ചു പറയുക. വാസ്തവത്തിൽ പിണറായി വിജയൻ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ധാർഷ്ട്യം അവസാനിപ്പിച്ച് ഈ മണിക്ക് ഒരു ഷോക്ക് കൊടുക്കണം. ശബരിമല ധർമ്മശാസ്താവിനെയും തന്ത്രിയെയും പന്തളം കൊട്ടാരത്തെയും അപമാനിച്ച പിണറായി സർക്കാർ തിരുവാഭരണ ഘോഷയാത്രയെ അവഹേളിക്കാനും തകർക്കാനുമാണ് ശ്രമിക്കുന്നത്. പന്തളം കൊട്ടാരവും ശബരിമല ധർമ്മശാസ്താവുമായി പൊക്കിൾക്കൊടി ബന്ധമാണുള്ളത്. ഈ ബന്ധം തകർക്കാൻ പിണറായി സർക്കാരിനോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ യാതൊരു അവകാശവുമില്ല. തിരുവാഭരണം കൈക്കലാക്കാനുള്ള ശ്രമമാണ് പിണറായി നടത്തുന്നത്. തിരുവാഭരണ ഘോഷയാത്രയിൽ ആര് പങ്കെടുക്കണമെന്നത് സർക്കാരല്ല തീരുമാനിക്കേണ്ടത്. മുൻവർഷങ്ങളിലേതുപോലെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ എല്ലാവരും തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കും. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാഡിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. തിരുവാഭരണ ഘോഷയാത്രയെ ഒരു പാർട്ടി കൊടിമര ജാഥയാക്കാൻ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടിമര ജാഥയുടെ തരത്തിൽ തിരുവാഭരണ യാത്രയെ അവമതിക്കാൻ, അധപ്പതിപ്പിക്കാൻ, അവഹേളിക്കാൻ, ഇല്ലാതാക്കാൻ, തകർക്കാൻ ബോധപൂർവമായി ശ്രമം നടത്തുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ഈ ഗവൺമെന്റും. 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താൻ ശ്രമിച്ച ബി.ജെ.പി. സർക്കാരിനെ രാജ്യസഭയിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച കോൺഗ്രസും CPM-ഉം കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് ചേർന്ന് 10% സംവരണത്തെ രാജ്യസഭയിൽ അട്ടിമറിക്കാൻ, തടസ്സപ്പെടുത്താൻ, വൈകിപ്പിക്കാൻ ശ്രമം നടത്തി. TCV തൃശൂർ. ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തയിലേക്ക്. പെരിങ്ങോട്ടുകരയിൽ NC ശങ്കരൻ സ്മാരക താന്യം CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ 3 CPM DYFI പ്രവർത്തകരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര സ്വദേശികളായ പുതിയടത്ത് മിഥുൻ, അമ്പലത്ത് ഷംസീർ, മാളുത്തറ ജിഷ്ണുലാൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ സ്വമേധയാ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. നവംബർ 20 പുലർച്ചെയായിരുന്നു പെരിങ്ങോട്ടുകര CPI താന്യം ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തത്. അലമാരയിൽ സൂക്ഷിച്ച 25,000 രൂപ മോഷണം പോയതായും പരാതിയിൽ പറയുന്നു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെന്നാരോപിച്ച് CPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. ഇതിനിടയിലാണ് പ്രതികൾ സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഹർത്താലിനിടെ വാടാനപ്പള്ളിയിൽ BJP പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഒരു SDPI പ്രവർത്തകൻ കൂടി അറസ്റ്റിലായി. വാടാനപ്പള്ളി ഫസൽ നഗർ സ്വദേശി അറക്കുവീട്ടിൽ റഹ്മത്ത് അലിയാണ് അറസ്റ്റിലായത്. വലപ്പാട് SHO TK ഷൈജു, വാടാനപ്പള്ളി SI MK രമേശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 50 പ്രതികളുള്ള കേസിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 9 ആയി. പ്രതിയെ ചാവക്കാട് കോടതിയിൽ ഹാജരാക്കി. വെള്ളിക്കുളങ്ങര വനമേഖലയിൽ കാടിറങ്ങുന്ന കാട്ടാനകൾ കർഷക ഗ്രാമങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. വ്യാഴാഴ്ച രാത്രി താളൂപ്പാടം, അമ്പനോളി പ്രദേശങ്ങളിൽ കാട്ടാനയിറങ്ങി വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കിയത്. താളൂപ്പാടം സ്വദേശി പനങ്കൂട്ടത്തിൽ വിജയന്റെ 200ഓളം നേന്ത്രവാഴകൾ കാട്ടാന നശിപ്പിച്ചു. സമീപത്തെ റബ്ബർ തോട്ടം വഴി ഇറങ്ങി വന്ന കാട്ടാന കൃഷിസ്ഥലത്തെ പകുതിയോളം വാഴകൾ ഒടിച്ചിട്ടു. 1-2 മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ കുലവെട്ടാറായ വാഴകളാണ് ഇങ്ങനെ നശിപ്പിച്ചത്. സ്ഥലം ഉടമ വിദേശത്തായതിനാൽ ഉടമസ്ഥാവകാശ രേഖകൾ ഹാജരാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം പോലും കിട്ടാനിടയില്ലെന്ന് കർഷകനായ വിജയൻ പറഞ്ഞു. ഇപ്പോൾ ഇത് കുറച്ച് നാളുകളായിട്ട് എപ്പോഴും ആന വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇപ്പോൾ ഇന്നലെ രാത്രി ഈ വാഴ മുഴുക്കനും കളഞ്ഞു. പിന്നെ അവിടെ ഒരു 5000 വാഴ ഉണ്ടായത് അതും കളഞ്ഞു. കൃഷി മൊത്തം നശിപ്പിച്ചു. അതുകൊണ്ട് ജീവിക്കാൻ മാർഗമില്ലാണ്ടായി. കാട്ടാനകളിൽ നിന്ന് കാർഷിക വിളകളെ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് വിജയൻ പറയുന്നു. അമ്പനോളിയിൽ തെങ്ങ്, കവുങ്ങ് എന്നിവയാണ് കാട്ടാന നശിപ്പിച്ചത്. അങ്കമാലി സ്വദേശി ചാക്കോച്ചന്റെ കൃഷിത്തോട്ടത്തിലെ തെങ്ങുകളും കവുങ്ങ്, പന എന്നിവയും ആന മറിച്ചിട്ടു. 3 വലിയ പനമരങ്ങളാണ് മറിച്ചിട്ടിട്ടുള്ളത്. തെങ്ങും പനയും വീണ് ഏതാനും റബ്ബർ മരങ്ങളും നശിച്ചു.
പുലർച്ചെ 4-ന് ടാപ്പിങ്ങിനായി തോട്ടത്തിലെത്തിയ വെള്ളിക്കുളങ്ങര മാവിൻചുവട് നെല്ലിക്കാമണ്ണിൽ ജോജിയാണ് കാട്ടാനയെ കണ്ടത്. രാവിലെ 7 മണിവരെ തോട്ടത്തിൽ നിലയുറപ്പിച്ച കാട്ടാനയെ പിന്നീട് ഒച്ചയെടുത്ത് ആട്ടി അകറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വന്നത് 3 ആനയായിരുന്നു, ഒരു കൊമ്പനും 2 പിടിയാനയും. ഇന്നലെ വന്നത് ഒരു പിടിയാന, വലിയ ആനയായിരുന്നു. ഇതുപോലെ തുടർച്ചയായി ആന ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും എല്ലാവർക്കും ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ്. ഇന്ന് രാവിലെ 7:30 വരെ ആനയെ ഓടിച്ചതിന് ശേഷമാണ് റബ്ബർ ടാപ്പ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഞങ്ങൾക്ക് സാധിച്ചത്. പതിവായി കാട്ടാനകൾ ഇറങ്ങാൻ തുടങ്ങിയതോടെ പുലർച്ചെ ജോലിക്കിറങ്ങുന്ന ടാപ്പിംഗ് തൊഴിലാളികൾ ഭീതിയിലാണ്. മുപ്പിളി വനത്തിൽ നിന്നാണ് ഈ പ്രദേശത്തേക്ക് കാട്ടാനകൾ എത്തുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് വനംവകുപ്പ് വനാതിർത്തിയിൽ സോളാർ വൈദ്യുതി വേലികൾ സ്ഥാപിച്ചെങ്കിലും ഇവയെ മറികടന്നാണ് ആനകൾ ജനവാസ പ്രദേശങ്ങളിലെ കൃഷിത്തോട്ടങ്ങളിൽ എത്തുന്നത്. TCV കൊടകര. കടങ്ങോട് മയിലാടുംകുന്നിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയിൽ മിന്നൽ പരിശോധന. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കല്ല് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ പിടിച്ചെടുത്തു. രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് നിയമവിരുദ്ധമായി കരിങ്കൽ ക്വാറികൾ പ്രവർത്തിക്കുന്നത്. സർക്കാർ പുറമ്പോക്ക് ഭൂമിയും പട്ടയഭൂമിയും കയ്യേറിയാണ് ക്വാറികൾ പ്രവർത്തിക്കുന്നതെന്നും പരാതിയുണ്ട്. റവന്യൂ വകുപ്പിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് കുന്നംകുളം താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ KV സനൽകുമാറിന്റെ നേതൃത്വത്തിൽ ക്വാറിയിൽ മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. സ്ഫോടനത്തിന് കുഴിയെടുക്കാനും കല്ല് തകർക്കാനും ഉപയോഗിക്കുന്ന 5 ജാക്ക് ഹാമറും 3 ഹിറ്റാച്ചിയും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത യന്ത്രങ്ങളും വാഹനങ്ങളും തുടർ നടപടികൾക്കായി RDOക്ക് കൈമാറി. കുഴിക്കാട്ടുശ്ശേരിയിൽ വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തകരംപറമ്പിൽ പരേതനായ ചാത്തന്റെ ഭാര്യ 76 വയസ്സുള്ള തങ്കമ്മയാണ് മരിച്ചത്. തലയുടെ പിൻഭാഗത്ത് മുറിവേറ്റ് രക്തം വാർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മകന്റെ വീട്ടിൽ താമസിച്ചിരുന്ന ഇവർ 2 ദിവസം മുൻപാണ് സ്വന്തം വീട്ടിലേക്ക് വന്നത്. ഈ സമയത്ത് തനിച്ചായിരുന്നു വീട്ടിൽ കഴിഞ്ഞിരുന്നത്. തലയടിച്ച് വീണ ശേഷം രക്തം വാർന്ന് മരണം സംഭവിച്ചതാകാമെന്നാണ് സംശയിക്കുന്നത്. ആളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൂർക്കമറ്റം കപ്പത്തോട്ടിൽ ഗൃഹനാഥനെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 2 കൈ കുറുപ്പാശ്ശേരി 65 വയസ്സുള്ള തോമസ് ആണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ഇയാൾ വീട്ടിൽ നിന്നും പോയതെന്ന് പറയുന്നു. വൈകിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത്. വെള്ളിക്കുളങ്ങര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. ദേശീയപാത മുല്ലത്തറയിൽ റോഡിലെ ടൈൽ വിരിക്കൽ അവസാനിക്കുന്നില്ല. റോഡ് പൂർണ്ണമായി അടച്ചിട്ടതോടെ KSEB ജീവനക്കാരും കേബിൾ TV ഓപ്പറേറ്റർമാരും ജനങ്ങളും ദുരിതത്തിലായി. കഴിഞ്ഞ മാസം 21-നാണ് റോഡിലെ ടൈൽ വിരിക്കൽ ആരംഭിച്ചത്. പ്രദേശത്ത് സമാന്തര റോഡുകളാണ് ഇപ്പോൾ സഞ്ചാരത്തിനായി ഉപയോഗിക്കുന്നത്. വലിയ കണ്ടെയ്നർ ലോറികൾ ഇതുവഴി കടന്നു പോകാൻ തുടങ്ങിയതോടെ പ്രദേശത്തെ വൈദ്യുതി കമ്പികളും കേബിൾ TV ഒപ്റ്റിക് ഫൈബറുകളും പൊട്ടാൻ തുടങ്ങി. പ്രദേശത്ത് കേബിൾ TV ഇന്റർനെറ്റ് സംവിധാനവും താറുമാറാവുകയാണ്. വലിയ വാഹനങ്ങളും കണ്ടെയ്നറുകളൊക്കെ ഈ ചെറിയ റോഡിൽ കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ നഷ്ടങ്ങളും ആൾക്കാർ വരാനുള്ള ബുദ്ധിമുട്ടും എല്ലാം ഇവിടെ ഉണ്ട്. ഇലക്ട്രിക് കമ്പികളും TV കേബിളുകളിലുള്ള വയറുകളൊക്കെ വളരെയധികം നഷ്ടം വന്നിട്ടിരിക്കുകയാണ്. വലിയ വാഹനം ഓടുന്ന കാരണം കേബിളും കറണ്ടും പൊട്ടി ആൾ മരിക്കാനായിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ ഷോക്ക് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് കാരണമായ ഇതിനൊരു ശ്രദ്ധയില്ലെങ്കിൽ മരണങ്ങൾ ഇവിടെ വർധനയുണ്ടാവും. അന്ന മാതിരി തന്നെ ഈ വലിയ വണ്ടി ഓടുന്ന കാരണം ഈ റോഡ് വഞ്ചിയിട്ട് ഓടിച്ച് കളിക്കുക, യമ വെച്ച് ഓടിച്ച് കളിക്കേണ്ട സംവിധാനത്തിലേക്കാണ് ആയിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് കർശനമായി ഇതിനൊരു തടസ്സമില്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ സമരം എടുക്കും. അന്തർ സംസ്ഥാന ചരക്ക് ലോറികളടക്കം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാത പൂർണ്ണമായി അടച്ചിട്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് അപൂർവമാണെന്നും അടിയന്തരമായി പണി പൂർത്തീകരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. പുറം കടലിൽ എഞ്ചിൻ തകരാറിലായി ഒഴുകി നടന്ന വള്ളത്തിലെ 2 മത്സ്യത്തൊഴിലാളികളെ തീരദേശ പോലീസ് രക്ഷപ്പെടുത്തി. കാര സ്വദേശികളായ പൂതം വീട്ടിൽ ആനന്ദൻ, സുഭാഷ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിനായി ബുധനാഴ്ച രാവിലെ പുറപ്പെട്ട ഫൈബർ വള്ളമാണ് കടൽ തീരത്തു നിന്നും 8 നോട്ടിക്കൽ പടിഞ്ഞാറ് മാറി എഞ്ചിന്റെ പ്രവർത്തനം നിലച്ച് ഒഴുകി നടന്നത്. മറ്റ് മത്സ്യത്തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് അഴീക്കോട് തീരദേശ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ PR ബിജോയുടെ നേതൃത്വത്തിൽ ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ബോട്ടിൽ റെസ്ക്യൂ ടീം രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. റെസ്ക്യൂ ടീം ലീഡർ മാത്യു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ER ഷിനിൽകുമാർ, CPO ഷിബു ഡാനിയൽ, ബോട്ട് കമാൻഡർ ഹരികുമാർ എന്നിവരും രക്ഷാസംഘത്തിൽ ഉണ്ടായിരുന്നു.
കാട്ടൂർ പൊഞ്ഞനം ശ്മശാനത്തിന് സർക്കാർ റിസീവർ ഭരണം ഏർപ്പെടുത്തി. കോടതി ഉത്തരവിനെ തുടർന്നാണ് RTO റിസീവർ ഭരണം ഏറ്റെടുത്തത്. ശ്മശാന ഭൂമിയെ ചൊല്ലി കാട്ടൂർ പഞ്ചായത്തും KPMSും ഏറെ നാളുകളായി തർക്കം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ അവകാശം പറഞ്ഞ് KPMS ഇവിടെ ബോർഡ് സ്ഥാപിക്കുകയും പഞ്ചായത്ത് ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തിരുന്നു. തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് കോടതി ശ്മശാനത്തിന് റിസീവർ ഭരണം ഏർപ്പെടുത്തിയത്. സർക്കാരിന് വേണ്ടി കാട്ടൂർ വില്ലേജ് ചാർജ് ഓഫീസർ KG സിനിയെയാണ് റിസീവറായി നിയമിച്ചിരിക്കുന്നത്. പോലീസ് സംരക്ഷണത്തോടെ ഇവർ ശ്മശാനം ഏറ്റെടുത്തു. സേവന നികുതി ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം കൗൺസിൽ യോഗം വിളിക്കാൻ കോൺഗ്രസ് കൗൺസിലർമാർ മേയർക്ക് കത്ത് നൽകി. ജനുവരി 24-ന് കൗൺസിൽ യോഗം വിളിക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സേവന നികുതി ഏർപ്പെടുത്താനുള്ള അജണ്ട റദ്ദാക്കണമെന്ന ആവശ്യം നിരാകരിച്ച് മേയർ കൗൺസിൽ പിരിച്ചുവിട്ടതിനെ തുടർന്നാണ് കൗൺസിൽ വിളിക്കാൻ കത്ത് നൽകിയതെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദൻ അറിയിച്ചു. വാണിജ്യം. ഇന്റർനാഷണൽ ടൂറിസം സേവന രംഗത്ത് ദുബായിയിൽ വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള മിഡ ട്രാവൽസ് കൂർക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂർക്കഞ്ചേരി ഷാൻഗ്രില ഫോർച്യൂൺ അപ്പാർട്ട്മെന്റിൽ പ്രവർത്തനം ആരംഭിച്ച മിഡ ട്രാവൽസിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് നിർവഹിച്ചു. കൊച്ചിയിലെ പ്രമുഖ വ്യാപാരി AK താജുദ്ദീന് നൽകി ബെസ്റ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ PK ജലീൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മിഡ ട്രാവൽസ് പാർട്ണർമാരായ ജിതിൻ ഹുസൈൻ ആൻഡ് ബ്രദേഴ്സ്, ഷെഹിൻ കമാൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ദുബായിലും UAEയിലും ഹെഡ് ഓഫീസുള്ള മിഡ ട്രാവൽസിന് തമിഴ്നാട്ടിലും കേരളത്തിലും ഓഫീസുകളുണ്ട്. വേൾഡ് വൈഡ് ടിക്കറ്റിംഗ്, സർവീസ് വിസ, ഹജ്ജ് ഉംറ സർവീസുകൾ, വേൾഡ് വൈഡ് ഹോട്ടൽ ബുക്കിംഗ്, ടൂർസ്, വെഡിംഗ് ഇവന്റ്സ്, ലക്ഷറി വെക്കേഷൻസ്, എയർപോർട്ട് അനുബന്ധ സർവീസുകൾ, അറ്റസ്റ്റേഷൻസ്, ട്രെയിൻ ബസ് ബുക്കിംഗ് തുടങ്ങിയ സേവനങ്ങൾ മിഡ ട്രാവൽസിൽ നിന്നും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7059995000. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രളയത്തിൽ വീടുകൾ നഷ്ടമായ പുറമ്പോക്ക് നിവാസികൾക്ക് ഭവന പദ്ധതി ഒരുങ്ങുന്നു. ജില്ലാ ഭരണകൂടം കണ്ടെത്തിയ 10 ഏക്കർ സ്ഥലത്ത് സ്പോൺസർമാരുടെ പിന്തുണയോടെയാണ് വീടുകൾ സജ്ജമാക്കുന്നത്. പറപ്പൂർ ചെല്ലിപ്പാടത്ത് 70 ഏക്കർ നെൽകൃഷി കരിഞ്ഞുണങ്ങി. മണ്ണിലെ അസിഡിറ്റി വർദ്ധിച്ചതും ഇലക്കരിച്ചിൽ രോഗം മൂർച്ഛിച്ചതുമാണ് കൃഷിനാശത്തിന് ഇടയാക്കിയതെന്ന് അധികൃതർ. ചാലക്കുടി കോടതി ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. 7 വർഷത്തിനിടെ ഇവിടെയുണ്ടായത് 109 വാഹനാപകടങ്ങൾ. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ഇടിച്ച് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ അപകടത്തിനിടയാക്കിയ ബസ് കണ്ടെത്താനാകാതെ പോലീസ്. അപകട സമയത്ത് സ്റ്റാൻഡിൽ വരുന്ന ബസ്സുകളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ നടപടി തുടങ്ങി. കുന്നംകുളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് സർക്കാരിന്റെ സാങ്കേതിക അനുമതിയായി. നടപടികൾ വേഗത്തിലായത് TCV വാർത്തയെ തുടർന്ന്. ഉൾനാടൻ മത്സ്യകൃഷി കേരളം വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയിട്ടില്ലെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ. മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതിക്ക് ഈ വർഷം തുടക്കം കുറിക്കുമെന്നും മന്ത്രി. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തിച്ച ഇതര സംസ്ഥാനക്കാരനെ കണ്ടെത്താനാകാതെ പോലീസ്. സംഭവത്തിൽ പോലീസ് കേസെടുത്തത് 2 ദിവസത്തിന് ശേഷം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.